പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ CPM ആണ് എന്നതിന് യാതൊരു സംശയവുമില്ല. 1987 മുതൽ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് അധികാരത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM. ആ CPIMന്റെ കണക്കുകൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുണ്ട്. CITUവിൽ ഏതാണ്ട് ഒരു 10-25 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. അതുകൂടാതെ അവരുടെ സംഘടനകൾ NGO യൂണിയൻ, KSTA, ഒരുപാട് സംഘടനകളുണ്ടല്ലോ. സംഘടനകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രവർത്തിക്കുന്നത്. ഏത് തൂണിലും തുരുമ്പിലും അവരുണ്ട് എന്ന് ഞാനിതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ അവർക്ക് സ്വാധീനമുണ്ട്, കോടതികളിൽ അവർക്ക് സ്വാധീനമുണ്ട്, ന്യായാധിപന്മാരുടെ ഓഫീസുകളിൽ അവർക്ക് സ്വാധീനമുണ്ട്, ആദിവാസി കേന്ദ്രങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട്. അങ്ങനെ അടിമുടി കേരള സമൂഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനം നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ CPM ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. 1957 ശേഷം തുടർച്ചയായി CPM അധികാരത്തിൽ വന്ന സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം 1964 ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആ പാർട്ടി ഏറ്റവും ശക്തമായ വെല്ലുവിളി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കാര്യകാരണസഹിതം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ പാർട്ടി അടപടലം പൊളിയുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണമാണ് എന്ന് തന്നെയായിരിക്കും ആദ്യ ഉത്തരം. എന്നാൽ ഈ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ അടപടലം പൊളിയാനുള്ള കാരണം 10 വർഷത്തെ ഭരണം മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. ഈ പാർട്ടി ഇന്ന് ഈ അവസ്ഥയിലേക്ക്, ഈ പടപടാന്ന് ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം ഏതാണ്ട് 2000-ന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ 98 അല്ലെങ്കിൽ 2000-ന്റെ തുടക്കം മുതൽ ഈ പാർട്ടിക്ക് അകത്തേക്ക് കടന്നു കയറിയ ഒരു 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 രോഗത്തിൻ്റെ ഒരു മൂർച്ഛയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വീഡിയോയിലും ആ ബാക്ക്ഗ്രൗണ്ട്, ആ പശ്ചാത്തലം എനിക്കൊന്ന് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനതിവിടെ ഒന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പാർട്ടിയുടെ അമരത്ത് വന്നപ്പോൾ മുതൽ ഈ പാർട്ടിയെ ബാധിച്ച ഒരു രോഗം, അതിന് വേണമെങ്കിൽ ഈ പാർട്ടിയെ ബാധിച്ച ഒരു അർബുദ രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അത് വളരെ ഒരു വിധി വൈപരീത്യം എന്ന് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ 1998 അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ അർബുദം ബാധിച്ച് മരിച്ചതിനെ തുടർന്നാണ് പിണറായി വിജയൻ VS അച്യുതാനന്ദൻ്റെ കൂടി സഹായത്തോടുകൂടി അന്ന് 1998 ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവും. അപ്പോൾ തൊട്ടു മുമ്പത്തെ പാർട്ടി സെക്രട്ടറി അർബുദ രോഗം ബാധിച്ചതിനെ തുടർന്നിട്ടാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയത്. അന്ന് പാർട്ടി സെക്രട്ടറിക്കായിരുന്നു അർബുദ രോഗമെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനെ തുടർന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ഈ പാർട്ടിയെ തന്നെ അർബുദ രോഗം ബാധിക്കുന്നതാണ്. അന്ന് സെക്രട്ടറിക്കായിരുന്നു അർബുദ രോഗമെങ്കിൽ പിന്നീട് ഈ പാർട്ടിക്ക് തന്നെ അർബുദ രോഗം ബാധിക്കുന്നത്. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ ബാധിച്ച ഒരുപാട് ജീർണതകൾക്കെല്ലാം ഉത്തരവാദി പിണറായി വിജയനായിരുന്നു. 2006-2007 കാലഘട്ടത്തിൽ അയാൾ കൂടി പങ്കെടുത്ത അയാളുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു അഴിമതി കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു, ലാവലിൻ കേസിൽ. പിന്നീട് അയാൾ ആ കേസിൽ അതിൽ പ്രതിയായി ഇരുന്നു കൊണ്ട് തന്നെ അയാൾ സംസ്ഥാന സെക്രട്ടറി ആയി തുടർന്നു. അതൊക്കെ CPM-ൽ ആദ്യത്തെ സംഭവമായി.
3-4 ടേം അയാൾ സംസ്ഥാന സെക്രട്ടറിയായി. 2006 മലപ്പുറം സമ്മേളനത്തിൽ 2005 മലപ്പുറം സമ്മേളനത്തിൽ അയാൾ പാർട്ടി അനധികൃതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പിടിച്ചെടുത്തു. പിന്നീട് 3-4 ടേമിൽ മുഖ്യമന്ത്രിയായി. 2014 അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു. കോടിയേരി ബാലകൃഷ്ണനിലേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം കൈമാറി. 2016 അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള 10 വർഷക്കാലത്തെ ഭരണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഈ പാർട്ടിയുടെ അമരത്ത് വന്നത് മുതലാണ് ഈ പാർട്ടിക്ക് അർബുദ രോഗം ബാധിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ആ പാർട്ടി അർബുദ രോഗം ബാധിച്ച ഒരു രോഗി മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലേക്ക് ഇന്ന് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. പിണറായി വിജയനും എന്തോ മാരക രോഗമുണ്ട് എന്നുള്ള നിലയിൽ ഉള്ള സംസാരങ്ങളുണ്ട്. എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ രോഗിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും പാർട്ടി ആട്ടാപാട്ടലം ഇപ്പോൾ പൊളിയുകയാണ്. പാർട്ടി ഇടപെടലം പൊളിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ സൂചന എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ സുസംഘടിതമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കീഴിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, താഴോട്ടുള്ള പാർട്ടി സംഘടനാ സംവിധാനം ഇതെല്ലാം വളരെ സുസജ്ജമാണ്. അപ്പോൾ പിന്നെ ആ പാർട്ടി ഇടപെടലം പൊളിയുകയാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്ന് വേണം ചോദിക്കാം. പക്ഷേ ആ പാർട്ടി ഇടപെടലം പൊളിയുകയാണെന്നുള്ളതിന് പല പല സൂചനകൾ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ ശ്രമിക്കാം. അതിൻ്റെ സൂചന 2019 തന്നെ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമായി ചുരുങ്ങി. എന്നാൽ 2021 വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വന്നു. പക്ഷേ ആ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വരാൻ കാരണം അന്ന് നിലനിന്നിരുന്ന അത്യസാധാരണമായിട്ടുള്ള ചില സാഹചര്യങ്ങളായിരുന്നു എന്ന് ആർക്കാണ് അറിയാൻ പാടുള്ളത്. കോവിഡുമായി ബന്ധപ്പെട്ട് വന്ന കിറ്റ്, പെൻഷൻ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അന്ന് 2021 വീണ്ടും അധികാരത്തിൽ. എന്തായാലും ആ 2021 അധികാരത്തിൽ വന്ന ആ ഒരു കാരണമാണ് ഇതിൻ്റെ ജീർണത, ഇത് തകരുന്നു എന്നുള്ള ചിന്ത വലിയ തോതിൽ പൊതുമണ്ഡലത്തിലേക്കൊക്കെ വരാൻ കാരണം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. 2019 തോറ്റു, 2021 വർദ്ധിത ഭൂരിപക്ഷത്തിൽ വന്നു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അത് അത്യസാധാരണമായ സാഹചര്യമായിരുന്നു പറഞ്ഞു. പക്ഷേ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഇടപെടലും തോറ്റു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും ഒരു സീറ്റാണ് കിട്ടിയത്. സാധാരണ ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റൊക്കെ കിട്ടാറുള്ളതാണ്. പക്ഷേ 2024 ഒരൊറ്റ സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ 2025 ഡിസംബർ 9-11 തീയതികളിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. യഥാർത്ഥത്തിൽ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലമാണ് ഈ പാർട്ടി അടപടലം പൊളിയുന്നതിൻ്റെ ഒരു കാരണമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം നമുക്കറിയാം, നമ്മളൊരു 10-25 വർഷത്തെ ചരിത്രം കേരളം എടുത്തു നോക്കിയാൽ 2010 മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റത്. അന്ന് രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റായിരുന്ന സമയത്ത് 2010 ആദ്യമായി പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF അന്ന് ഭൂരിപക്ഷം നേടി. എന്നാൽ അതിനുശേഷം നടന്ന 2015 തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പ്, ഈ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടിക്ക് വമ്പം ഭൂരിപക്ഷമാണ് കിട്ടിയത്. 2020 ഏതാണ്ട് 70% പഞ്ചായത്ത്, 65-70% പഞ്ചായത്തുകൾ ഇവരുടെ നിയന്ത്രണത്തിലായി. കോർപ്പറേഷനിലും ബ്ലോക്കിലും പഞ്ചായത്തിലും ജില്ലയിലും എല്ലാം അവർക്കായിരുന്നു ഭൂരിപക്ഷം. മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒരൽപ്പം UDF എന്തോ മെച്ചമുണ്ടായിരുന്നു. എന്തായാലും 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഫലമാണ് ഈ പാർട്ടി അടപടലം പൊളിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 2015 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അവർക്ക് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM പുറകോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ നിലനിന്നിരുന്നില്ല. എന്നാൽ 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ബ്ലോക്കിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും അടപടലം പുറകോട്ട് പോയി. കോർപ്പറേഷൻ 5 ഉള്ളതിൽ 4 തോറ്റു, ഒരിടത്ത് BJP അടിച്ചുകൊണ്ടുപോയി. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കുകളിലും ഒക്കെ വലിയ മുൻതൂക്കമുണ്ടായി. ജില്ലാ പഞ്ചായത്തിൽ 2 UDF ഉണ്ടായിരുന്നെങ്കിൽ അവർ 3 കൂടി ജയിച്ചു, അവർ 4 കൂടി ജയിച്ചു, 5 കൂടി ജയിച്ചു, 7 എന്നുള്ള നിലയിലേക്ക് വന്നു.
പഞ്ചായത്തുകൾ 2020 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 600 ചില്ലാനം പഞ്ചായത്തുകൾ LDF ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതാണ്ട് ഒരു 300 ചില്ലാനം പഞ്ചായത്തുകളിലേക്ക് പോയി. UDF 600 ചില്ലാനം പഞ്ചായത്തുകളിലേക്ക് വന്നു. അപ്പോൾ 2025 ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആണ് യഥാർത്ഥത്തിൽ ഈ CPM അടപടലം പൊളിയുന്നു എന്നതിൻ്റെ സൂചന വ്യക്തമായി വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. 2015 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയ പാർട്ടിയാണ്. ഏതാണ്ട് ഒരു 10,000 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ എല്ലാ വർഷവും ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു 7,000 കോടി രൂപയും ഈ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ചെലവഴിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു കാരണവശാലും അവർ പുറകെ പോകാൻ പാടില്ലാത്തതാണ്. എന്നാൽ വലിയ തോൽവി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായി. അതാണ് CPM അടപടലം പൊളിയുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ പൊളിഞ്ഞതിന് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തിനെതിരെ CPMൻ്റെ കീഴ്ത്തട്ടിലുള്ള അണികളുടെ ഇടയിലുള്ള അസ്വസ്ഥതകളാണ് ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ എടുത്തു പറയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന CPMൻ്റെ അടിത്തട്ടിലുള്ള അണികൾക്ക് ഈ പാർട്ടിയെ കുറിച്ചിട്ടും ഈ പാർട്ടി നേതൃത്വത്തെക്കുറിച്ചിട്ടും സർക്കാരിൻ്റെ നേതൃത്വത്തെക്കുറിച്ചിട്ടുമൊക്കെയുള്ള വലിയ അതൃപ്തിയുടെ പ്രതിഫലനം കൂടിയാണ് ഈ പരാജയം എന്നത് നമ്മൾ കാണാതെ പോകരുത്. പിണറായി വിജയനോടുള്ള വിരോധം, പിണറായി വിജയൻ്റെ സമീപനങ്ങളോടുള്ള വിരോധം, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ സമീപനങ്ങളോടുള്ള വിരോധം, ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ വർഗീയതയോടെടുക്കുന്ന സമീപനം, പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനോട് എടുക്കുന്ന സമീപനം, പിണറായി വിജയൻ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന സമീപനം, പിണറായി വിജയൻ BJPക്ക് അടിപണിയുന്ന സമീപനം, ഇതൊക്കെ തന്നെ CPMൻ്റെ അണികൾ വലിയ തോതിൽ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനവും കൂടിയായി നമ്മൾ ഈ തോൽവിയെ നമ്മൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ആ തോൽവി കഴിഞ്ഞ് നടന്ന ചില സംഭവങ്ങളുണ്ട്. അതിനെ വേണേൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം റെജി ലൂക്കോസ് എന്നും പറഞ്ഞിട്ട് ഒരു ചാനൽ ചർച്ചക്കാരൻ, അയാൾക്ക് വലിയ നിലവാരമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഞാനുമൊക്കെ അയാളുമായിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു നിലവാരം. പക്ഷെ അയാളായിരുന്നു CPMനെ ചാനൽ ചർച്ചയിൽ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. കുറേ വർഷങ്ങളായി പ്രതിരോധിച്ചു കൊണ്ടിരുന്ന അയാളൊരു സുപ്രഭാതത്തിൽ നേരെ BJPയിലേക്ക് പോയി. ആലോചിച്ച് നോക്കണം. അയാൾ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലേക്കോ ഒന്നും അല്ല പോയത്. റെജി ലൂക്കോസ് CPMൽ നിന്ന് BJPയിലേക്ക് ഒരു ഒറ്റ ചാട്ടം ചാടി. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് വേറൊരു ചർച്ചക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു BN ഹസ്കർ. അദ്ദേഹം പോലും CPMൻ്റെ ആളുകൾ പരസ്യമായി വന്ന് CPMനെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് സന്നിഗ്ധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്ന് CPMന് വേണ്ടിയിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ആളാണ് BN ഹസ്കർ. അദ്ദേഹം പോലും CPMന് ഇപ്പോൾ എതിരായി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എതിരായി. പല തട്ടുകളിലും നിന്നുമുള്ള പാർട്ടി നേതാക്കന്മാർ വയനാട്ടിലുള്ള ഒരു ഏരിയ സെക്രട്ടറി പോയി. ഇപ്പോൾ വയനാടുള്ള വലിയ ജനസ്വാധീനമുള്ള ഒരു ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഇപ്പോൾ പാർട്ടിക്കെതിരെ വാളെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐഷ പോറ്റി. കൊട്ടാരക്കരയിൽ 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. CPMൻ്റെ ഇടുക്കിയിൽ നിന്നുള്ളൊരു MLA ആയിരുന്ന S രാജേന്ദ്രൻ, അയാൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഇതിനെ ഒന്നും ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ എടുത്ത് കാണരുത്. CPM അടപടലെ പൊളിയുന്നു എന്നുള്ളതിൻ്റെ സൂചികകളാണ് ഇത് എന്ന് നമ്മൾ കാണണം. ഇനി അവസാനമായി എനിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ CPMൽ നിന്ന് BJP കൊണ്ടുപോയി. CPMനെ കഴിഞ്ഞ കോർപ്പറേഷനിൽ 52 സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 29 സീറ്റായി, 23 സീറ്റ് കുറഞ്ഞു. അതിൽ 13 സീറ്റ് CPMൽ നിന്ന് BJP പിടിച്ചെടുത്തു. 11 സീറ്റ് CPMൽ നിന്ന് UDF പിടിച്ചെടുത്തു. അപ്പോൾ CPMനെ തിരുവനന്തപുരത്ത് BJPയും UDFും കൂടെ തിന്ന് തീർക്കുകയാണ് എന്നതല്ലേ അത് കാണിക്കുന്നത്. ഇനി നമ്മൾ കൊല്ലം കോർപ്പറേഷനിലേക്ക് വന്നേ. കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച കാലം മുതൽ CPMാണ് ഭരിച്ചിരുന്നത്. അവിടെ ഇത്തവണ UDF അധികാരത്തിൽ കയറിയ CPMനെ ചെറുതായിട്ടല്ല ഞെട്ടിച്ചത്. CPMൻ്റെ 21 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. അതിനേക്കാൾ പ്രധാനം BJPയുടെ കൗൺസിലർമാരുടെ എണ്ണം 6ൽ നിന്ന് 12 കൂടിയപ്പോൾ ആ അധികം കിട്ടിയ 6 സീറ്റുകളും CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളാണ് BJP പിടിച്ചത്. UDFൻ്റെ ഒരു സീറ്റ് പോലും BJP പിടിച്ചില്ല. അപ്പോൾ കൊല്ലത്തും CPMനെ UDFും BJPയും കൂടെ ചേർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ കണ്ണൂരിൽ എന്ന് നോക്കിയേ. കണ്ണൂർ 4 സീറ്റ് കണ്ണൂർ കോർപ്പറേഷനിൽ CPMന് കുറഞ്ഞു. ആ 4 സീറ്റിലും BJPയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷനുകളിലെ നഗരകേന്ദ്രങ്ങളിലെ ഫലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ തന്നെ CPM തളരുമ്പോൾ
അതിൽ നിന്ന് പ്രിഡോമിനൻ്റ്ലി UDF പിന്നീട് BJPയുമാണ് നേട്ടമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള ഒരു പരാജയമല്ല. ഇത് CPM അടപടലെ പൊളിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനിയിപ്പോൾ പിന്നെ കേരള കോൺഗ്രസിലുള്ള തർക്കം നമ്മളെന്നെടുത്തേ. കേരള കോൺഗ്രസ് ഇപ്പം LDFിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം അവരുടെ മാണി ഗ്രൂപ്പിലുണ്ടായിരിക്കുന്നു, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്സിലുണ്ടായിരിക്കുന്നു. എന്താണ് കാരണം? CPM പൊളിയുന്നു എന്നുള്ള തോന്നലാണ്. CPMൻ്റെ കൂടെ നിന്നാൽ രക്ഷയില്ല എന്നുള്ള തോന്നലാണ്. CPIയും പുറത്തൊറ്റക്കെട്ടാണെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും CPIക്കകത്തും വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഇങ്ങനെ നുരഞ്ഞു പൊന്തുകയാണ് എന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 1964 ഈ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഒരിക്കലും കാണാത്തത്ര അതിഭയാനകമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ആഴത്തിലുള്ള അസ്വസ്ഥതകൾ CPMൽ ഇങ്ങനെ നുരഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടി അടപടലം പൊളിയുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ CPMൻ്റെ തോൽവിക്ക് ശേഷം ഇപ്പോൾ പിന്നെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.